അറിവ് തേടി വിജ്ഞാനത്തിൻ്റെ ഒരു സദസ്സിൽ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയത് ഒരിക്കലും നമുക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഒരു വേള ഈ ഒരു സമയത്തിൻ്റെ പ്രഭാതത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ ദിവസവും ഇത്രയും വിജ്ഞാന സദസ്സുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും നമ്മൾ. ഓരോ ദിവസവും പ്രഭാതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സലഫുകളായ മുൻഗാമികളായിരുന്ന പലരുടെയും ചരിത്രം വായിക്കുമ്പോൾ എത്ര വലിയ പ്രാധാന്യം അതിനുണ്ടാകും എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഒരിക്കൽ വാഇൽ ഷഖീഖ് ബിൻ സൽമത്തുൽ അസദി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറി. പോകുന്നത് ഒരു പ്രഭാത സമയത്താണ്. ബഅദമാ സ്വല്ലൈനൽ ഗദ, സുബ്ഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നു. ഫസല്ലമനാ ബിൽ ബാബി, ഞങ്ങൾ വാതിൽ മുട്ടി സലാം പറഞ്ഞു. ഫഅദിന ലനാ, ഞങ്ങളോട് കയറി വരാൻ പറഞ്ഞു വീട്ടിലേക്ക്. ഫമക്കസനാ ബിൽ ബാബി ഹുനയ്യതൻ, കേറാൻ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ വീട്ടിൽ കയറിയില്ല. കുറച്ചേരം കൂടി അവിടെ നിന്നു. രാവിലെ തന്നെ എങ്ങനെ ഒരു വീട്ടിൽ കയറുക? അവരുറങ്ങുകയാണെങ്കിലോ, അതല്ലെങ്കിൽ അവര് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് റെഡി ആയിട്ടില്ലെങ്കിലോ എന്ന താമസത്താൽ ഞങ്ങളൊരൽപ്പം അവിടെ തന്നെ കാത്തിരുന്നു. ഫഖറജത്തുൽ ജാരിയ ഫഖാലത് അലാ തദ്ഖുലൂൻ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഭൃത്യയായ ജോലിക്കാരിയായ സ്ത്രീ വന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളോടല്ലേ കയറി വരാൻ പറഞ്ഞത്, നിങ്ങളെന്താ വീട്ടിലേക്ക് കയറാത്തത്? ഫഇദാ ഹുവ ജാലിസുൻ യുസബ്ബിഹ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഇബാദത്ത് ചെയ്യുന്ന ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. ഫഖാൽ, ഇബ്നു മസ്ഊദ് ഇവരോട് ചോദിച്ചു, മാ മനഅകും മൻ തദ്ഖുലു, നിങ്ങൾ എന്താണ് നേരത്തെ സലാം പറഞ്ഞു, ഞാൻ സലാം മടക്കി കയറി വരാൻ പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ എന്താണ് ഇത്ര താമസം? വഖദ് ഉദിന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നതാണല്ലോ. ഫഖുൽന, അപ്പൊ ഈ വന്ന ടീം പറയാണ്, ഇല്ല, അനുവാദം കിട്ടാത്തതുകൊണ്ടല്ല, ഇല്ല അന്ന വനന്ന അന്ന ബഅദ അഹ്ലൽ ബൈത്തി നായിമുൻ, വീട്ടുകാരെങ്കിലും ഈ സമയത്ത് ഉറങ്ങായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് കയറാനൊന്നും മടിച്ചു നിന്നത്. ഖാൽ, അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ലനൻതും ബി ആലി ഇബ്നു ഉമ്മി അബ്ദിൻ ഗഫ്ല, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ ഉമ്മ അബ്ദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ പേരാണ് ഉമ്മ അബ്ദ്, ഇവരുടെ കുടുംബം ഗഫ്ലത്തുള്ള കുടുംബാന്നാണോ നിങ്ങൾ വിചാരിച്ചത്? രാവിലെ പ്രഭാത സമയമായിട്ട് ഒരു ഇബാദത്തും ശ്രദ്ധിക്കാതെ, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങുന്ന, വെറുതെ സമയം കളയുന്ന ഗഫ്ലത്തുള്ള ടീമാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഈ ഉമ്മ അബ്ദ് ആരാ? വഹിയ സ്വഹാബിയത്തുൻ, അവര് സ്വഹാബ വനിത കൂടെയാണ്. ثم أقبل يسبح حتى إذا ظن أن الشمس قد طلعت, സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദിക്റിലും തസ്ബീഹിലുമായി കടന്നു വന്നു. ഇടക്കിടക്ക് തന്റെ ജോലിക്കാരിയോട് പറയുന്നുണ്ട്, പുറത്തു പോയിട്ട് നോക്കാൻ പറയുന്നുണ്ട്, സൂര്യൻ ഉദിച്ചു പൊന്തിയോ, സൂര്യൻ ഉദിച്ചോ? അവരിങ്ങനെ നോക്കും, ഇല്ല, ഉദിച്ചുയർന്നിട്ടില്ല. ഫഅഖ്ബൽ യുസബ്ബിഹ്, പിന്നെയും ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലും. അങ്ങനെ യാ ജാരിയ ഹൽ ഉൻദുരി ഹൽ തലഅത്, ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ സൂര്യൻ ഉദിച്ചുയർന്നു എന്ന് കണ്ടാൽ ഖാല അൽഹംദുലില്ലാഹില്ലദീ യഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലികനാ ബിദുനൂബിനാ, അല്ലാഹുവേ നിനക്ക് സർവസ്തുതി, ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങളെ നശിപ്പിക്കാതെ ഈ ദിവസവും നമുക്ക് ജീവിതം നീട്ടിത്തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ ശുക്ർ പറഞ്ഞുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത് എന്ന്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ പറയാണ്, പകലിന്റെ ആദ്യ ഭാഗം അല്ലാഹുവിനെ ദിക്റിലായി കഴിച്ചു കൂട്ടുമ്പോൾ പകല് മുഴുവൻ അദ്ദേഹത്തിന് അള്ളാന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും.
മാത്രമല്ല പ്രഭാത സമയം അങ്ങേയറ്റം അനുഗ്രഹത്തിൽപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്, ഉന്മേഷവും നല്ല ഒരു നിശ്ചയദാർഢ്യത്തിന്റെയും ഒക്കെ സമയമാണ്. എന്നാൽ ജനങ്ങളിൽ അധിക പേരും ഇതിനെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഉറങ്ങും, അല്ലെങ്കിൽ അലസന്മാരാകും, അല്ലെങ്കിൽ മടിയിലാകും, അല്ലെങ്കിൽ വലിയ ഉപകാരമല്ലാത്ത പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ട് ആ സമയം നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഖൗല് വെച്ചുകൊണ്ട് തന്നെ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ ഒരിക്കൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അടുത്ത് ചെന്നു. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി എന്ന് പറയുമ്പോൾ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. അപ്പോൾ ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നപ്പോ മറത്തൻ സ്വല്ലൽ ഫജ്ർ, ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. സുമ്മ ജലസ് യദ്കുറുല്ലാഹ് ഇലാ ഖരീബൻ മിൻ ഇന്തിസാഫിൻ നഹാർ, അങ്ങനെ ഏകദേശം പകൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്ന സമയം വരെ അദ്ദേഹം ഇങ്ങനെ ഇബാദത്തിലും ദിക്റിലും പ്രാർത്ഥനയ്ക്ക്. അദ്ദേഹം പറഞ്ഞു, ഹാദിഹി ഖുദവതി, ഇത് എന്റെ പ്രഭാത ഭക്ഷണമാണ്, എന്റെ നാസ്ത, ഇതെന്റെ പ്രഭാത ഭക്ഷണമാണ്. വലൗലം അത്തഗിദ് ഹാദൽ ഗിദാ സഖതത് ഖുവതി, ഞാൻ ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ എല്ലാ ശക്തിയും ചോർന്നു പോകും. അന്ന് ദഅവത്തിന് ഇറങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളി ഉണ്ടായിരുന്നു, ശത്രുക്കളുണ്ടായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാമിന് മുമ്പിൽ നിന്ന് നീങ്ങാൻ, പുറത്തിറങ്ങാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു. ശക്തമായ വെല്ലുവിളിയുള്ള കാലമായിരുന്നു. ആ കാലത്തെ അതിജീവിക്കാൻ എന്റെ പ്രഭാതത്തിലെ ഭക്ഷണമാണ് ഈ ദിക്റുകളും ഈ പ്രാർത്ഥനകളും രാവിലത്തേത്. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ ശക്തി ചോർന്നു പോകും. ഔ കലാമൻ ഖരീബൻ മിൻ ഹാദാ, അങ്ങനെ ഇതുപോലത്തെ സമാനമായ വാക്കുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് നൽകണം. നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശീലമാണ് പ്രഭാതത്തിൽ എൻഗേജ്ഡ് ആക്കുക. നമ്മുടെ വീട്ടിലുണ്ടാവേണ്ട ശീലമാണ് പ്രഭാത സമയത്ത് വീട് കർമ്മനിരതമാകുക, കുറച്ചേരം ഖുർആൻ ഓതുക, എന്തെങ്കിലും നല്ല ചർച്ചകൾ ഉണ്ടാവുക. അങ്ങനെ വീടുണരുന്ന നല്ല ഒരു സംഘമായി മാറേണ്ടതുണ്ട് നമ്മുടെ വീടുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തിനെ പറഞ്ഞയക്കാണ്, ഒരു കച്ചവട സംഘത്തിനെ പറഞ്ഞയക്കാണ്. ആദ്യം സെലക്ട് ചെയ്യുക രാവിലത്തെ ടൈം ഷെഡ്യൂളാണ് കൊടുക്കുക. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം രാവിലെ നടക്കൂലേ, രാവിലെ ശരിയാവൂലേ, നമ്മൾ എന്ത് പറഞ്ഞാലും രാവിലെ ശരിയാവൂല, രാവിലെ ശരിയാവില്ല, രാവിലെയാണ് ശരിയാവേണ്ടത്. നമ്മളെല്ലാം വൈകുന്നേരങ്ങൾക്ക് മാറ്റി വെക്കും. വൈകുന്നേരം ചില പണ്ഡിതന്മാർ പറയാണ്, ഒരു ദിവസത്തിന്റെ ഏറ്റവും നല്ല യുവത്വം എന്ന് പറയുന്നത് അതിന്റെ രാവിലത്തെ സമയമാണ്. ഒരു ദിവസത്തിന്റെ വാർദ്ധക്യം എന്ന് പറയുന്നത് അതിന്റെ വൈകുന്നേരമാണ്. നമ്മൾ അവസാനത്തേക്ക് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ദുർബലനാകുന്ന സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അതേപോലെയാണ് വൈകുന്നേരം എന്ന് പറയുന്നത്. പ്രഭാതം ഉപയോഗപ്പെടുത്തുക. യഖൂലു ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഖയ്യിം അൽ ജൗസി തങ്ങൾ പറയാണ്, മുൻഗാമികളായ സലഫുകൾ വമിനൽ മക്റൂഹി ഇൻദഹും റഹിമഹുമുല്ലാഹ്, മുൻപ് കഴിഞ്ഞു പോയ സലഫുകൾ വെറുക്കപ്പെട്ടിരുന്നു അന്നൗം ബൈന സ്വലാത്തി സുബ്ഹി വ തുലൂഇ ശംസ്, സൂര്യ ഉദിച്ചുയരുന്നത് വരെ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് കാരണമില്ലാതെ കിടന്നുറങ്ങൂലായിരുന്നു. ഒരു ദിവസം രാവിലെ 2 മണിക്ക് വന്നിട്ടാണ് നമ്മൾ യാത്ര കഴിഞ്ഞു വന്നത്, നമുക്ക് കുറച്ചു നേരം കിടക്കണോണ്ടൊരു പ്രശ്നമൊന്നുമില്ല. ഭയങ്കരമായ ക്ഷീണവും തലവേദനയും അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത, കുറച്ചേരം കിടന്ന ആശ്വാസം കിട്ടും തോന്നുന്നുണ്ട്, രാവിലെ കിടക്കണോണ്ട് കുഴപ്പമില്ല. അതൊരു ശീലമാക്കി ആദത്താക്കി മാറ്റി. നിങ്ങൾ എടുത്തു നോക്കിക്കോളി, നമ്മുടെ നാട്ടിലത്തെ മടിയന്മാരുടെ ലിസ്റ്റ് വായിച്ചു നോക്കിക്കോളി. പോലെ ഏറ്റവും ഒന്നാമത്തെ ക്വാളിറ്റി അവർ രാവിലെ കിടന്നുകൊണ്ടിരിക്കും. പരാജയപ്പെട്ടവരുടെ ചരിത്രം മുഴുവൻ എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾ, അവർക്ക് രാവിലെ എണീറ്റ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ഏറ്റവും നല്ല ക്ഷീണം നമ്മുടെ കച്ചവടം, നമ്മുടെ യാത്ര, നമ്മുടെ യോഗം, നമ്മുടെ എന്തൊരു പ്രവൃത്തിയും ഒരു ബറക്കത്തുള്ള പ്രഭാത സമയത്ത് ആരംഭിച്ചു നോക്കി അതിനൊരു ഹൈറുണ്ട് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവർ പറയുന്നുണ്ട്, ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകന് സുബഹിക്ക് ശേഷം ഇങ്ങനെ ഉറങ്ങണ കണ്ടപ്പോ മകന്റെ അടുത്ത് വാപ്പ ചെല്ലാണ്. വാപ്പ പറഞ്ഞു, മോനെ നീ എണീക്ക്, അതനാമു ഫി സഅതി അല്ലതി തുഖസ്സിമു ഫീഹി അൽഅർസാഖ്, മനുഷ്യന്മാർക്ക് റിസ്ക് ഓഹരി വെച്ചു കൊടുക്കുന്ന സമയത്ത് നീ കിടന്നുറങ്ങാണോ?
നമുക്ക് രാവിലെ നമ്മൾ റിസ്കല്ലേ ചോദിക്കുന്നത്, പടച്ചോൻ രാവിലെയാണ് നമുക്കുള്ള റിസ്ക് ഓഹരി വെക്കുന്നത്, ഈ സമയത്ത് നീ കടന്നുറങ്ങാണോ? റിസ്ക് തേടുന്ന, റിസ്ക് ചോദിക്കേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് നിന്റെ ഉറക്കം ഹറാമാണ് നല്ലതിന്റെ അർത്ഥം, ഒഴിവാക്കുകയാണ് നല്ലത് എന്നർത്ഥം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അന്നൗം അലാ സലാസത്തി ഔജുഹ്, 3 തരത്തിലാണ് ആളുകൾക്ക് ഉറക്കം ഉണ്ടാവുക. ഒന്ന് നൗമുൻ ഖുർഖുർ, 2 നൗമുൻ ഖുൽഖുൽ, 3 നൗമുൻ ഹുംഖുൻ. നൗമുൻ ഖുർഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉറക്കം ഒരു തരം അവിവേകത്തിന്റെ, കഴിവുകേടിന്റെ ഉറക്കമാണ്. ഒരു കാര്യമില്ലാതെ പിന്നെ നമ്മൾ പറയില്ലേ വെറുതെ ഉറങ്ങി തീർക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരുടെ ഉറക്കത്തിനാണ് നൗമുൻ ഖുർഖ്, അവിവേകത്തിന്റെ, അശ്രദ്ധയുടെ ഉറക്കം, ഉറങ്ങേണ്ടതല്ലാത്ത സമയത്തുള്ള ഉറക്കം. 2 നൗമുൻ ഖുൽഖ്, പ്രകൃതിപരമായി സ്വഭാവപരമായി ഉറങ്ങേണ്ട ഉറക്കം. കൈലൂലത്തിന്റെ ഉറക്കം നമ്മൾ സുന്നത്തായ ഉറക്കമുണ്ട്, ഉറങ്ങിയ കൂലി കിട്ടുന്ന ഒരു സുന്നത്തുണ്ട്. അതായത് നമ്മളെ ളുഹർ ബാങ്കിനും കുറച്ചു മുമ്പായി അവസാനിക്കുന്ന വിധത്തിലുള്ള ഉറക്കത്തിനാണ് കൈലൂലത്തിന്റെ ഉറക്കം എന്നാണ് അതിന് പറയുക. നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു 11 മണിക്ക് ശേഷം ഒരു 12:15 ഉള്ളിൽ തീരുന്ന ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന്റെ ഉറക്കം മനുഷ്യന്റെ ബുദ്ധിയെയും അവന്റെ ശരീരത്തെയും മനസ്സിനെയും ഉദ്ദീപിപ്പിക്കുന്ന ഉറക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുള്ള ഉറക്കാണ് കൈലൂലത്തിന്റെ ഉറക്കം. അത് പ്രകൃതിപരമായ ഉറക്കമാണ്, നല്ലതാണ് എന്ന് പറഞ്ഞത്. 3-മത്തേത് വനൗമുൻ ഹുംഖുൻ, വിഡ്ഢികളുടെ ഉറക്കം. അത് ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഉലമാക്കന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിന് ഒരു ചിട്ടയുണ്ടാകണം, ഒരു ക്രമം ഉണ്ടാവണം, ഒരു വ്യവസ്ഥ ഉണ്ടാവണം, ഒരു ശീലമുള്ള നല്ല ശീലങ്ങൾ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രഭാതങ്ങളിൽ, നമ്മുടെ സമയങ്ങളിൽ, നമ്മുടെ റിസ്ഖിൽ അല്ലാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.